ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. സേമിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പായസവും ഉപ്പുമാവും അതുപോലെ കുറേ ഡിഷ് ഉണ്ടാക്കാറുണ്ട് നമ്മൾ സേമിയ കൊണ്ട്. ഈ റെസിപ്പിയിൽ ശർക്കരയാണ് ഇവിടെ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 കപ്പ് സേമിയാണ്, വറുത്ത സേമിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര ചീകി എടുത്തത് വേണം ഉപയോഗിക്കാൻ, അത് 1 കപ്പ്. കുറച്ച് ഏലക്കായ ഒരു 2-3 എണ്ണം, പാൽ ഒരു 1/2 കപ്പ്, നാളികേരം ചിരണ്ടിയത് ഒരു 1 കപ്പ്, കുറച്ച് നെയ്യ്, കുറച്ച് കാഷ്യൂ നട്ട്സ്. ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ, അത് ചീകി എടുക്കണം. അച്ചായിട്ടാണ് വാങ്ങണമെന്ന് വെച്ചാലും ഇതുപോലെ പൊടിയാക്കി എടുക്കണം. പാൻ ചൂടാക്കി നെയ്യ് ഒഴിക്കാം. നെയ്യും ശർക്കരയും ഏലക്കായും ഒക്കെ ചേർന്ന് വരുമ്പോൾ മധുരമുള്ളൊരു നല്ല ഫ്ലേവർ ഉണ്ടാവും. സേമിയ നന്നായി ചൂടാക്കാം. ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ്, അതുകൊണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനിയും ഓൾറെഡി നല്ല കളറുണ്ട്, ഇപ്പോൾ ഒരു പിങ്കിഷ് കളറുണ്ട്. അതുകൊണ്ട് ഇനി വല്ലാതെ ബ്രൗൺ ആവണ്ട. നെയ്യ് കിടന്ന് നല്ലോണം ഒന്ന് ചൂടായാൽ മതി, ക്രിസ്പായി കിട്ടുകയും ചെയ്യും. ഇനി നാളികേരം ചേർക്കാം, നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ശർക്കര പൊടിയും ഏലക്കായും ചേർക്കാം. ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം മതി എപ്പോഴും, അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ കട്ടയാവുകയും ചെയ്യും. ഇനി പാല് ചേർക്കാം. ഒന്ന് വെന്ത് കുറച്ച് സോഫ്റ്റായി വരട്ടെ. എല്ലാം കൂടി നല്ലോണം ഇളക്കി ചേർക്കാം. കാഷ്യൂ നട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഈ ഡിഷിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്വാദാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരം തന്നെ പറയാം. ഒരിക്കൽ ഉണ്ടാക്കി നോക്കൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ താങ്ക് യു.